നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മളെ മൊത്തം വിഡ്ഢികളാക്കിയ നിധിയോട് ഇപ്പോഴും നിങ്ങൾക്ക് വെറുപ്പ് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. നീ നിന്റെ മനസ്സിലുള്ള വെറുപ്പ് മാറ്റിവെച്ച് സമാധാനപരമായി ആലോചിച്ച ഞങ്ങളുടെ മനസ്സ് നിനക്ക് മനസ്സിലാകും. ഇനിയൊരു ആലോചനയും വേണ്ട. നിധിയെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. കല്യാണം ക്യാൻസലാക്കി നമ്മൾ കരുതിയ ഭക്ഷണം വേസ്റ്റ് ആക്കാതെ ഏതെങ്കിലും അനാഥാലയത്തിന് നൽകണം. എനിക്കതേ പറയാനുള്ളൂ. പ്ലീസ്. മോളെ, അമ്മ പറയുന്നൊന്ന് കേക്ക്. നീയും ഗൗതമും ചേരേണ്ടവരാണെന്നുള്ള കാര്യം ദൈവം തീരുമാനിച്ചതാ. ഏട്ടത്തെയും ശിവാനിയും ഒരു വൃത്തികെട്ട് കളി കളിച്ചോണ്ട് മാത്ര ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. ഇപ്പോ നഷ്ടപ്പെട്ട അവസരം ദൈവമായി തന്നെ നിനക്ക് തിരിച്ചു തന്നിരിക്കുക. എനിക്കങ്ങനെ തോന്നുന്നില്ലമ്മേ. ഗൗതം എന്റെ നല്ല ഫ്രണ്ടാ. പക്ഷേ ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വസുന്ധരാന്റെ ഒക്കെ നമ്മുടെ കൂട്ടരെ പുച്ഛിക്കുന്നവരാ. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മ തന്നെയല്ലേ. ഈ ബന്ധം നമുക്കുള്ളതല്ല. ഗൗതം സാർ വളരെ നല്ലവനാ ചേച്ചി. ആ വീട്ടുകാരെ ഞാനിപ്പോ നന്നായി പരിചയപ്പെട്ടു. വസുന്ധര ആന്റി ഒഴികെയുള്ള എല്ലാരും വെറും പാവങ്ങളാ. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ നീയും നമ്മുടെ അമ്മയും മാത്രം മതി നിഖിൽ. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചോണ്ടാണ് ഇതൊക്കെ നീ പറയുന്നത്. നിനക്ക് ഗൗതമിനെ ഇഷ്ടമായിരുന്നു.